നമ്മൾ തീർത്ത വേൾഡിലെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഇത് കൊണ്ടത്. നമുക്ക് ഇതുകൊണ്ട് പറക്കാൻ പറ്റും. ഫുൾ ഡാമേജ് ഇല്ല, ഫുൾ ഡാമേജ് ഇല്ല. ഒരു ഏതെങ്കിലും മഴയ്ക്ക് ട്രെയിനിൽ റിട്ടേഡ് എടുത്ത് വെച്ച് ഇങ്ങനെ പറക്കാൻ പറ്റും നമുക്ക്. അയ്യോ ഉണ്ടോ? അപ്പോൾ റോക്കറ്റ് ചെയ്യണ പറക്കുന്നത് നല്ല നിങ്ങളുടെ സംശയം. മഴ ഉണ്ടെങ്കിൽ റിപ്പീറ്റഡ് വർക്ക് ആവത്തുള്ളൂ, വേറൊരു കാര്യം. ഇപ്പോഴാണ് ഞാൻ പറയുക, അത്രയും പറക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ റോക്കറ്റ് ചെയ്യണ പറക്കുന്നതാണ് നോക്കാൻ പോകുന്നത്. ഇതൊന്നും അധികം പറക്കാൻ പറ്റത്തില്ലേ എന്നേ, അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് അതിന്. റോക്കറ്റ് വെച്ചെങ്ങനെ പറക്കുന്നത് നോക്കാം. ഇന്ന് രാവിലെ ആക്കട്ടെ. താഴ്ന്ന് കാണിച്ചു തരും, താഴ്ന്ന് കാണിച്ചേ. അടുത്ത് അപ്പൊ സർവൈവലാവട്ടെ, സർവൈവൽ ആയിക്കോട്ടെ. അയ്യോ അത് ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ ചത്തൂത്തി ഇരിക്കും അവിടെ. ആൻറ്റിയിൽ വെച്ച് കണ്ടാ ഞങ്ങൾ എന്തിയാണ്, ഞങ്ങൾ NG 3.3 ആയായിരുന്നു. പിന്നെ മെയ്സ് ഇത് നമ്മൾ മെയ്സ് ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ല. ഇവൻ്റെ മെയ്സ് പേടിയാണ് എൻ്റെ അനിയന്. ഡെൻസിറ്റി ആണ് കേസ് കിടില്ല. ഏതെങ്കിലും ഒരു മൂവിന് ട്രാപ്പ് ആക്കി വെക്കട്ടെ. ക്രിയേറ്റിവിറ്റി കൂടെ ഒറ്റ രാവിലെ ആയിക്കോളൂ. സോംബി ക്രീപ്പർ ഹെഡെന്തിനാ ഇവിടെ കാണത്തില്ല. അതെനിക്ക് ക്രിയേറ്റിവിറ്റി കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് എങ്ങനെയാണ് ഗേസ്? ഫയർ ചാർജ്. പക്ഷെ ഞാൻ കൂടുതലും കളിക്കുന്നത് സർവൈവൽ. എഗ്ഗുകള് അണ്ടർലാൻഡ് ഒക്കെ ഉണ്ട്. അതവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. സോംബി അല്ല ക്രീപ്പർ. ഡ്രോൺ മതിയോ? വാർഡൻ ഇട്ട് നോക്കാം, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്ത് വേണ്ട, വാർഡൻ സ്പോണാക്കി ഇപ്പൊ സ്പോണൊക്കെ എന്ത് ഇങ്ങനെ ഇരിക്കണേ. ഒരു ബ്ലോക്ക് ക്ലോസ്. ഇതെന്തിനാ ഇത്? ഒരു കാര്യം കാണിച്ചോട്ടെ. അയ്യോ ഇത് മറ്റേ സംഭവം ഓടാനായിട്ട്. ഇത് വാർഡനെ ക്ലിക്ക് ചെയ്താൽ ഇത് വാർഡുണ്ട്. ഇല്ല ഇവിടെ മറ്റേതാടാ, അതേ ആട്ടെ. വേറെ അത് ഇവനുണ്ടാ. നമ്മൾ ഗിഫ്റ്റ് തരട്ടെ. ഒരു കാര്യം കാണിച്ചു തരട്ടെ. ഒറ്റടിക്കാവുന്നതാണോ നീ? ഒറ്റടിക്കകത്ത് പോയി മോനെ കൊന്നു വരണ്ടായിരുന്നു. അവനറിഞ്ഞാ മതിയേ. അറിയാൻ പറ്റുന്ന അറിയാൻ പറ്റത്തില്ല. ഒറ്റടിക്കാവുന്നുണ്ട്. അല്ലടാ കുമാർ ലൈഫ് പകുതിയായി. ഇവൻ ഒറ്റടിക്കാവുന്നുണ്ടോ? ഇല്ല. ഉണ്ടോ? നമ്മൾ കാര്യം കാണിച്ചു തരാം. പറഞ്ഞോണ്ട് ഫയർ വർക്ക് ഇട്. ഫയർ വർക്ക് കണ്ടോ? അങ്ങനല്ലേ പറഞ്ഞു നോക്കുന്നത്. ഏതായിരുന്നു നേരിട്ടിട്ട് പറഞ്ഞ് കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം സർവൈവലിൽ പോകണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ക്രിയേറ്റിവിറ്റി ആണെങ്കിൽ ഡബിൾ ജമ്പ് കാണിച്ചു വിടും. ക്രിയേറ്റിവിറ്റിയിലൂടെ ഡബിൾ ജമ്പ് കാണിച്ചു വിടും. എന്താ ഡബിൾ ജമ്പ് ചെയ്യാത്തതാണ്?
ഓണെങ്കിൽ പറഞ്ഞങ്ങ് പോവും. എന്തെങ്കിലും ഒരു മോവ് അടുത്തുണ്ടോ എന്നാൽ ഞാൻ ഒറ്റ അടിക്ക് കൊല്ലായിരുന്നു. ഇതിങ്ങനെ നോട്ട് ഗൈസ്, നമ്മൾ ഇത് ഇങ്ങനെ കാണിച്ചാൽ അത് മോവ് നമ്മൾ ഡെൻസിറ്റി ആയി ചാവുന്നതായിരിക്കും. കുടിക്കട്ട് സ്പൂണൊക്കെ വാർഡൻ തന്നെ മതി. കറക്റ്റ് ഇവിടെ തന്നെ കുടിക്കണം, ഇവിടെ തന്നെ വരണം. ഓ ഗേസ് റോക്കറ്റ് കൊണ്ട് കുടിക്കുന്നുണ്ടോ ഗേസ്? കണ്ട് പടി. അയ്യോ ഞങ്ങൾ മേടിച്ചു പോയി ഇവിടെ. ഇല്ലെങ്കിൽ ഇവന്മാരുടെ ശല്യം കാരണം വേറെ ഇവന്മാരെ മണ്ണൊക്കെ കയറിട്ടെ അയ്യാണോ ഓടി മതി. നമുക്ക് നല്ല മണ്ണൊക്കെ ഇട്ടിട്ട് ഇവന്മാരെ മണ്ണൊക്കെ ഇല്ല. പറഞ്ഞോ ഹലോ വാർഡൻസ്. അയ്യോ ചെകുത്താനെ വാർഡനെ നടുക്കായേ. ഇത് മതി. എന്തേ വാർഡൻ നേരെ തന്നെ ഉണ്ടോ? ആരും ചത്തില്ല. വൺ ട്രൈ. തുറയൊന്നും വേണ്ട. അത് അങ്ങോട്ട് പിന്നെ എനക്ക് എഴുതാം. എന്നാൽ ബ്ലോക്ക് മാറി പോവും. വേറെ ഏതെങ്കിലും ബ്ലോക്കിൽ പോയി നമ്മൾ വാടനെ കൊല്ലും. ഇത്ര മതി. ഇത്രയും പോരാ. അയ്യോ കേസ് നമ്മുടെ പൂങ്കാവനം കണ്ടു. പക്ഷെ നമ്മൾ വില്ലേജ് അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പറഞ്ഞതല്ല പക്ഷെ ഇവിടെ നിങ്ങളെല്ലാം കൊല്ലണം അല്ലേ? ഇത് നന്നായി എവിടെ ആയിരിക്കും നമ്മളിന്ന് പോയ വില്ലേജ്? റൈഡൻ്റ് എന്തേ സാധാരണ അറ്റാക്ക് കഴിച്ചു അവിടെ ആൻറ്റീന് വേണ്ടിട്ട്. കഷ്ടം വാർഡൻ വേദനിച്ചു കാണൂടാ. പിന്നെ ഞാൻ പോഹയ്ക്കും ഇവർക്ക് 500 കൂടെ ലൈഫ് ഉണ്ടെന്ന് നമുക്ക് മെയ്സ് കെട്ടി വെക്കാനേ. ഒരു 500 അല്ല 10,000 ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിഷയമില്ല. ബോക്ക് ചെറുതായിട്ട് മാറിയുന്നത് മോട്ട എറിയടാ. നമ്മുടെ വീക്ക്നെസ് അതല്ലേ. സ്നോബോൾ എറിയാൻ പറ്റുമോ? ഇൻചാർജ് എങ്ങനെയൊക്കെ അഴിയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വാർഡന് പോകണം. പേടൻ്റെ അമ്മേ ഞാൻ പോട്ടെ. ഇൻചാർജ് ലാവേജൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ ലാവേജ് പോട്ടെ. ആവേശമൊന്നും പറ്റത്തില്ല. ഇല്ല നാണ്ട രാവ എന്താ ബക്കറ്റ് ഓഫ് റോഡിലുണ്ട്. രാവ എന്ത് ഇപ്പൊ പുതിയൊരു മോബ് വരുന്നെന്ന് പറയുന്നത്. സൾഫക്യോ അങ്ങനെയുണ്ട്. അവര് കൂളായിട്ടിരിക്കുന്നുണ്ടോ? അയ്യോ അവന്മാര് നീന്തുന്നടാ. അവന്മാര് നമ്മുടെ ഇല്ലേ എന്തുവായിരുന്നു വാട്ടർ ഇപ്പൊ കയറി പോകുന്നില്ലേ? അങ്ങനെ കയറി പോണേ. ഇനിയാണ് ഉണ്ണിയേട്ടൻ കളി കാണിക്കാൻ. നീന്തി പോകുന്നുണ്ടോടാ? എന്ത് അഹങ്കാരമാണെന്ന് ചോദിക്കവന്. ഇതിന് ഏട്ടിട്ട് പറയാം സർവേയിൽ പോവണ്ട. ഇത് നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കാം. ബാ തീ ഊട്ടുന്നുണ്ട. തീ തീ എന്ത് ഇങ്ങനെ കാണിക്കണം? ഈ ഉണ്ണിയേട്ടൻ ആരാന്ന് എനിക്ക് അറിയത്തില്ലല്ലോ.
നീ എന്താണ് ഇടയ്ക്ക് എറിയിക്കണം അല്ലേ പോരാ അതെനിക്ക് വേണം കഴിയും ഞങ്ങള് അയ്യേ ഞങ്ങൾ ഇത്രക്കാരനല്ല സംഭവം പറഞ്ഞു നോക്കണോ അണ്ണാക്കിട്ട് പോയി അവൻ്റെ അണ്ണാക്കി അവൻ്റെ ചാവട ചാവട അമ്മ നോക്കുന്നുണ്ടോ പിഞ്ചാറ് പൊട്ടിക്ക് ഇങ്ങനെ ആക്കി സാധാ ഇത് നമ്മൾ പറന്ന് നടക്കും നിങ്ങൾക്കിത് ബിഗ് ബസ് ഓരോ ഡാമേജ് കിട്ടും ഡാമേജ് എത്ര പിഞ്ചാറ് ഓടാണ് ഫാമിലിക്ക് ഇട നമ്മൾ താഴോട്ടായിരിക്കും താഴോട്ടാകും ഒന്നുകൂടെ മറ്റേ മറ്റവന്മാർക്ക് ചെയ്യത്തില്ല അതെങ്ങനായിരുന്നു ഈ ഡ്രീമൊക്കെ ചെയ്യുന്നത് ഞങ്ങളിപ്പോ ഇന്ത്യയാണ് കൈസ് കണ്ട ഇത് ഏറ്റിട്ട് പറക്കണ്ടേ വാ സർവൈവ് ചെയ്തമാട് വെടിയും കൊണ്ട് അവയാവും എടാ ഇവിടെ പരിപാടി നടക്കത്തില്ല ഓടിക്കോ പിഗിനെ കൊല്ലാനായിരുന്നു നിങ്ങന്മാർക്ക് കുറച്ച് ആർമ എടുത്തോളൂ അത് റേറ്റ് ടീൻ്റെ ഓടിച്ചാലോ മാരെ എനിക്കൊരു ദിവസം ചാർജർ ക്രീപ്പറിനാണ് വീട്ട് കൊടുത്താൽ വേണ്ട ചാർജഡ് ക്രീപ്പർ ഓടാണ് അത് ഇവിടെ അടിയിട്ടൊന്നുമല്ല എഗ് ഓടാണിത് എന്താ മണ്ണത്തിന് കാണിക്കുന്നുണ്ട് ഇത് പറക്കണ്ടേ ഇടിച്ചിട്ട് ദൂരെ പോയിക്ക് ദൂരെ പോയി സ്ലാഷ് എഗ് നടിച്ചു കൊടുക്കുന്നത് സ്ലാഷ് ഇങ്ങനെ സ്ലാഷ് അടിച്ച് എഗ് അടിച്ചു കൊടുത്തു ഈ ജി ജി ബി വേണ്ട സീനിയർ വേണ്ടിട്ടുണ്ട് സാമ്യം വരുന്നുണ്ട് കേട്ടോ അതുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇനിയും കാര്യം സാമ്യയുടെ മേളമല്ലേ റിയൽ മുട്ട എറിയും അവനും റിയൽ മുട്ട എടുത്ത് മതിയട്ടെ എത്ര മണി ചെയ്യും അടിമതിനായുള്ളൂ നേരിട്ട് പറക്കുന്ന ആൾക്കാർ വീഡിയോ വാങ്ങിക്കല്ലേ ഇവിടെ നമുക്ക് ദൂരെ പോവാം ഓരോരുത്തരും പോകണ്ട അയ്യോ ഗൈസ് ക്ലാസ് ഉണ്ട് പറ സ്ലാഷ് പ്ലീസ് ഹെൽപ്പ് മീ രാവിലെ ആക്കാൻ സ്ലാഷ് ചത്തില്ല സ്ലാഷിൻ്റെ എന്ന് പറയുന്നത് അറിയാം മൾട്ടി ഇമോട്ടാണ് അതിന് നോക്കി അതിനെക്കാട്ടും നല്ലൊരു ബെഡ് വെച്ച് കിടന്നുറങ്ങുന്നതല്ലേ ബെഡിലുണ്ടായിരുന്നു നമ്മൾ സ്പ്ലിറ്റ് ആകുന്ന What the fuck? അത് പൈലറ്റിട്ട് വർക്ക് ദൂരെ പോയിട്ട് എനിക്ക് ഒരാളുടെ മാമയുടെ എന്നിട്ട് 100 കോടി പാടിന് 100 കോടി അയ്യോ മഞ്ഞേ നമ്മൾ ജീവിക്കണം മഞ്ഞേ ആ പോടാൻ അടിക്കുന്നു ഇപ്പോൾ ഒരു ബ്ലോക്കും കൂടെ ഇപ്പോൾ നിങ്ങളൊക്കെ
രണ്ടുപേരും ഫൈറ്റ് ആടും. അപ്പൊ നിങ്ങളിവിടെ ഫൈറ്റ് ഇട്ട് ഞാനിപ്പോ പോയിട്ട് വരാം. അത് വരായിട്ട് പറഞ്ഞ കാണിക്കാം സർവൈവൽ ബെഡ് വെക്കും. ഇൻവെർട്ടറുള്ള എല്ലാ സാധനങ്ങളും വേണം. ഇത് നിങ്ങൾക്ക് പലവർക്കും സംശയം എങ്ങനെയാ ലേറ്ററായിട്ട് പറക്കണേ. ഇപ്പൊ കണ്ടോണം കേസ് നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കാണ് വില്ലേജ് കിട്ടും. എന്ത് ഗെയിമാടാ ഇത്. ഡാമേജ് ഇട്ട് ചത്തു പോവേ. അവിടെ തന്നെ പോകണം. റേറ്റ് ആറുമറ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എന്തിന് വഴക്കായിരുന്നു. എന്തുവായിരുന്നു അവന് ചോറി. ഇവിടൊക്കെ പോവാം ഗൈസ്. അഡ്വഞ്ചർ ഇട്ടോ പറഞ്ഞ ആളുമല്ലേ. ഇനി ഇവിടുന്ന് കുറേ ദൂരം വെക്കേ. ലൈറ്റ് ആർമ ഒന്ന് എടുത്തിട്ടുണ്ട്. അടുത്തില്ല പ്ലേറ്റ് അല്ലേ സെൻറ്റ് വേണം. മറ്റേ ക്യാരക്ടർ വേണം. ഡു കമൻറ്റ് ബിലോ. നിങ്ങളാരും കമൻറ്റ് ചെയ്യുന്നില്ല പ്ലീസ്. ഒരു കമൻറ്റെങ്കിലും ഞാൻ ചെയ്യൂ ഗൈസ്. ഇവന് വട്ട് എല്ലായിട്ടാ ഫ്രീ ആയിട്ട് എക്സ്പീരിയൻസിനൊക്കെ എന്തോത്തിനാണ് അടിക്കണേ. ചുമ്മാ രസത്തിന് വട്ട് സർവേയിലും പിന്നെ കുഴപ്പമൊന്നുമില്ലെന്നാണ്. അപ്പം അതിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ഉഗാണ്ടേ പോവാം. പിന്നെ ഫയർ വർക്ക് വേണ്ടേ? എഗ്ഗല്ലേ ഇവിടെ ഫയർ വർക്ക് കാണുന്നത്. ഇത് എഗ്ഗിൻ്റെ പൊട്ടാതിരിക്കുന്നത്. ഇത് റയർ വർക്ക് എന്നാണ് നോക്കിയാൽ നമ്മളെ. അതായത് പെട്ടെന്ന് വീഡിയോ വേണ്ടി ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വെറുതെ ഇരിക്കുന്നത്. ഇന്നലെ വീഡിയോ ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വേറൊരു കാര്യം. കഴിഞ്ഞ ദിവസമൊക്കെ ഷോർട്ട് വന്നത് ഞങ്ങൾക്ക് സ്കൂളൊക്കെ നന്നായിട്ട് പഠിക്കാറുണ്ട്. അതുകൊണ്ട് മാത്രം കേൾക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഉണ്ടായിരുന്നു. അയ്യോ ഇതൊന്നും വേണ്ട, ഇതൊക്കെ പറക്കണ്ട. കുഴപ്പമില്ല. എൻ്റെ അമ്മ ഈ വാർഡറിൻ്റെ സൗണ്ട് കേട്ടിട്ട് ദേഷ്യം ഇത് ബാഗ് ഇട്ടിരുന്നേടാ വേൾഡ് തന്നെ. അയ്യോ വാർഡങ്ങളെ ഈ പോടാ നീ ഒരു സൗണ്ടും ഇല്ല. ഇവിടെ തന്നെ ഗ്രാൻഡായി. ഞാൻ അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ തലയിൽ ഞാൻ അടിക്കുക. ഞാൻ വെള്ളത്തിലായിട്ട് അഹങ്കാരം വേണ്ട വേണ്ട വേണ്ട. ശിവൻ്റെ ഒക്കെ അഹങ്കാരം നോക്കി സർവൈവൽ ആയപ്പോ ഞാൻ ലെറ്റർ ഇട്ട് വറക്കാൻ നോക്കുക. ഇവനെ എങ്ങനെ മൾട്ടിപ്പിൾ വിളിക്കുന്നത്. അടുത്ത 16-ാം തീയതി അടുത്ത അപ്ഡേറ്റ് ആണ് വരാൻ. നിങ്ങൾക്ക് ഞങ്ങൾ ബെഡ് റോക്ക് കളിക്കുന്നത് ആളറിയാത്തവരോടാണ് പറയുന്നത്. ഇനി ഞാൻ കളിക്കാം. ഞാൻ അടങ്ങിയിരുന്ന് കളിക്കാം, അതാ നല്ലത്. എന്തോ ചെയ്യാനാ ഞാൻ പറഞ്ഞേ. ഇനി പിന്നെ ഫയർ വർക്കൊക്കെ എടുക്കണ്ടേ? എന്തെടു ഫയർ വർക്ക് അവൻ്റെ ഒരുമാതിരി ഫയർ വർക്ക് കൊടുത്തേക്കുന്നു. വേണ്ട ഫയർ വർക്ക് ഇവിടത്തെ അതൊന്നും വേണ്ടടാ. ഇതെടുക്ക്. എന്തോ ചെയ്യാനാ? ഓ എന്തോ അഹങ്കാരം കാണിച്ചോ? താഴെ മഴയൊക്കെ എൻ്റെ അടുത്ത് വേണ്ട. ശരി. അയ്യോ പോടാണ്ട് ചൂടുമ്പോൾ ഞാൻ ചെയ്തെങ്കിലോ. നേരെ വെള്ളത്തിലോട്ട് ചാടത്തുള്ളൂ. ഓക്കെ ഇവിടെ ഒന്നും വേണ്ട. ഓക്കെ ഇനി അഹങ്കാരം കാണിച്ചാൽ ഞാൻ മേടിക്കും കേട്ടോ. ഇതിപ്പോൾ തന്നെ എത്ര മിനിറ്റ് ആയെന്നാ ഞാൻ വിചാരിക്കുന്നു. സ്നോ ഐലൻഡ് അവിടെ പോയി നോക്കാം. അതിവിടെ ഇരിക്കാം. ഓക്കെ ഇനി കിടന്ന് ഉറങ്ങണം. അത് മുഖ്യം. ഈ രാത്രി ഇഷ്ടമല്ല കേസ്. അതുകൊണ്ടൊരു ബെഡ് എപ്പോഴും എനിക്ക് പിങ്ക് കളർ ബെഡ് തന്നെ വേണം. എനിക്ക് ഇത് കളറും
എടാ എന്തുവാ കാണിക്കുന്ന ഇവൻ തോന്നി അഹങ്കാരം ഇതാണ്. ഇത് നീ നടുക്കത്തെ വെള്ളി കിടന്നുണ്ട്. പൊന്നെ ഞാൻ പേടിച്ചു പോയി. എന്താ ആരും ഇല്ലല്ലോ അപ്പേ നമുക്ക് സർവൈവലാ. ആരും ഒന്നും കണ്ടില്ലല്ലോ അല്ലേ അല്ലേ? പീസ്ഫുൾ ഇട്ടേക്കില്ലെങ്കിൽ മറ ശല്യം പോകും. പീസ്ഫുൾ ഇട്ടാണ് കളിക്കുന്നത്. ആണെന്താ ഇനിയാണ് ഗൈസ് നമ്മൾ പറക്കാൻ പോകുന്നത്. ആദ്യമേ എങ്ങോട്ട് ഓടി പോണേ? ഏതെങ്കിലും ഇങ്ങനെ ഗ്ലൈഡ് ആവും നമ്മൾ. അയ്യോ രണ്ട് ചാടല്ലേ? ഓക്കെ തേർഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഇട്ട് കഴിഞ്ഞാൽ കിടിലായിരിക്കും പറക്കുന്നതാണ്. വീഡിയോ തേർഡ് പേഴ്സൺ അങ്ങനെ അറിയാവോ നിങ്ങൾക്ക്? ഇല്ലേ കാണിച്ചു തരാം. കുറച്ച് ദൂരമൊക്കെ ഉണ്ട് ക്ലാസ്സിക്കോ. ഇവിടെ അവൻ്റെ ഇടിയും മഴ. നിങ്ങളുടെ അവിടെ എന്തുവാ? അവന്മാരുടെ മഴയും പിടിക്കും. എന്താ? അയ്യോ ഇതല്ല. അയ്യോ ലെറ്റർ ഇട്ടിട്ടില്ല. അയ്യോ കേസ് വേണ്ടായിരുന്നു തോന്നുന്നു. അയ്യോ ഇത് വേണ്ട. മറ്റേ തേർഡ് പേഴ്സൺ അല്ലല്ലോ. എന്തുവായിരുന്നു? ഫസ്റ്റ് പേഴ്സൺ അല്ലല്ലോ. ഞാൻ ലെറ്റർ ഇട്ടിട്ടില്ലായിരുന്നു. വെറുതെ അല്ല ചാടിക്കൊണ്ട് ഇത്ര നേരം ഇരുന്ന്. എപ്പോഴാ ഗ്ലൈഡ് ആവണ്ടേ? എന്താ ഇതിൽ സോറി. ഇവനെ മണ്ടത്തിനെ കാണിച്ച് എങ്ങോട്ടാ ഇവൻ? വേണ്ടേ ആദ്യം ഞാൻ ലെറ്റർ എടുത്തോട്ടെ. ഇതെന്താ ഇങ്ങനെ? കുറച്ച് പഠിക്കണം നമുക്ക് അല്ലേ? താടുവോ? ലേറ്റർ കിട്ടും. ആണേ ലേറ്ററാ. ഇതെങ്ങനെ മാറ്റുന്നേ? ഇത് മാറ്റണ്ട. എങ്ങനെ മാറ്റുന്നേ? എനിക്കിത് വേണ്ട. എന്താ ചെയ്ത് ചേച്ചി? ക്ലാസ്സിൽ ഇടണ്ട. പോക്കറ്റ് ചെയ്തിട്ടാ മതി. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. വീഡിയോ പോടാ. പേടിച്ചു പോയി. പോക്കറ്റ് ഇടാ മതിയാക്കി. തേർഡ് പേഴ്സൺ അല്ല. തേർഡ് പേഴ്സൺ അല്ലെന്ന് ഞാൻ പറഞ്ഞു ഗായ്സ്. ഹലോ ഗായ്സ്. ഇതുണ്ടോ ഗൈസ്? നമ്മള് ഡബിൾ ജമ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആവും. മനസ്സിലായോന്ന്? അപ്പോൾ ഗൈസ് നമ്മൾ മറ്റേ തേർഡ് പേഴ്സൺ ഇടാം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും നടക്കത്തില്ല. തേർഡ് പേഴ്സൺ അല്ലല്ലോ, ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ. എന്തേലും പേഴ്സൺ ആവട്ടെ. എന്തൊക്കെയാണോ ഈ മൈൻക്രാഫ്റ്റ് നടക്കുന്നത്? കൊച്ചു മൈൻക്രാഫ്റ്റ് നടക്കുന്നത്. ഇതാ അതിനിട്ട് എൻ്റെ പേര് എൻഡി. ഞാൻ പറഞ്ഞ സാധായോ? ഇങ്ങനെ ശരി അല്ല പിന്നെ കഴിക്കണ്ടോ? അങ്ങനല്ല കേസ്. റോക്കറ്റിലാണോ കൈ പിടിച്ചേക്കുന്നത്? അതെന്ത് പരിപാടി? നിങ്ങൾക്ക് അറിയാത്ത സോറി അറിയാതെ താഴെ നിന്ന് പറക്കാൻ പറ്റും. അറിയത്തില്ലെങ്കിൽ പറഞ്ഞു തരിക. ബാറ്ററി കംപ്ലീറ്റ്. ഞങ്ങൾ എന്ത് എടുക്കണം? അത് ക്രൗച്ച് ചെയ്ത് വരുന്നു നീ. കേസ് നമുക്ക് മണ്ടക്കോട്ട് പോകണമല്ലോ. സ്റ്റെപ്പൊക്കെ തേർഡ് ബസ്സിന് കയറാൻ വേണ്ടി നമ്മളെ തന്നെ കിടിലം കണ്ടോ. ഡ്രീമിനൊക്കെ പറ്റുമോ ഇങ്ങനെ? കേസ് നമുക്ക് അടുത്ത വേൾഡ് ഡ്രീമിനോട് കളിച്ചാലോ? എന്നാ നമ്മൾ എത്തുന്ന പറയാം. നമ്മളെ കൊല്ലും. അടുത്ത PvP ഡ്രീമുമായിട്ട് ചാവാൻ വേണ്ടി മാത്രം. PvP ഡ്രീമാണ് ഗൈസ്. കേട്ടില്ല ഗൈസ്? നമുക്ക് സ്പീഡറിന് കളിക്കണം. അത് മറ്റേ പേഴ്സൺ തന്നെ ഇട്ടാലോ എന്ന് ഒരു മനസ്സ് പറയാണ്. ഇനി ഗൈസ് നമുക്ക് പറക്കാൻ പോവാ.
3, 2, 1. കുറച്ച് പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ഇത് മോണ്ടക്കൂടെ ഫോർ എവർ എത്ര മിനിറ്റ് ആയി കേസ് വീഡിയോ നോക്കാം. ഇപ്പോഴേ നോക്കണ്ട. അപ്പോൾ കേസ് നമുക്കിന്നെ ഹൗ ടു ഫ്ലൈ ഇൻ മൈൻക്രാഫ്റ്റ് ഇൻ ബെഡ്റോക്ക് ഇൻ മൊബൈൽ ആണ് നോക്കാൻ പോകുന്നത്. പട്ടികളൊക്കെ പോകുന്നു. അയ്യോ വൃത്തിയുടെ വണ്ടികളെ പോകുന്നേ. അയ്യോ കേസ് നമ്മൾ ചത്തോ. എനിക്കിവിടെ പ്ലാൻ പിടിക്കും. ഞാൻ ക്രിയേറ്റീവ് പോയി ഇത് മുകളിലോട്ട് പോട്ടെ അല്ലേ. ഒരിക്കലും സർവൈവലിൽ പാർക്കോർ ചെയ്യാൻ നോക്കുകയേ ചെയ്തു. ഓക്കെ ക്രിയേറ്റിവിറ്റി വലിയോട്ടോ ഭ്രാന്ത് പിടിപ്പിക്കുന്ന കുറച്ചോടാ നീ തന്നെ. മണ്ടക്കോട്ട് നോക്കൂ. സൂപ്പർമാൻ എൻ്റെ 3.0 വരുന്നുണ്ട്. ഇവന്റെ റിയൽ പേര് എൻ്റെ 303 എന്നാ. അല്ല 100 എന്നല്ല, സോറി ട്രീ എന്ന്. അതെടുത്ത് ട്രീ ഇതാണ് ട്രീ അതും പോയി ഇവിടുന്ന് പോയി. ഒരു സ്ട്രോബെറി ഒരു ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്ത് പരിപാടിയാ. പിന്നെ ഐലൻഡ് അല്ല, വില്ലേജ്. അഡ്വഞ്ചർ ഉണ്ടോ എന്തോ പറ്റും. ഇപ്പൊ നോക്കണ്ട ഒന്നും കൂടെ. എന്തുവാ എനിക്ക് ഈ പേഴ്സ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ സാധാരണ പറക്കാം. തേർഡ് പേഴ്സിന് പറഞ്ഞിട്ടില്ലേ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഫസ്റ്റ് ഞാൻ എവിടെ ഇട്ട് കിടക്കുന്നതെന്ന്. ഞാൻ ഡബിൾ ജമ്പ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എന്തോ ഗ്ലൈഡ് ആവുന്നു എങ്ങനെ പോയത് തോന്നി. അയ്യോ ലാഗ്. ഞാൻ ഇതുവരെ എൻ്റെ ഈ ഗെയിമിയെ ഞാൻ ലാഗ് ഒന്ന് കണ്ടോ ഗ്ലൈഡ് ചെയ്ത് ഇറങ്ങി. അയ്യോ എനിക്ക് തണുക്കുന്നു. റോക്കറ്റ് ചെയ്യാറായി. ഉള്ളതും കൂടെ തീർന്നു. വേണ്ട ഡ്രിഫ്റ്റ് മൂലക്കുരു. അയ്യോ എന്താ നിനക്ക് ഒരു വയറ് വർക്ക് പോടാണ് ആവശ്യമില്ല കളയാതെ നമ്മൾ പറ്റിയതേ. അപ്പൊ ഇനി ഉണ്ണിയട്ടറായി പറത്ത ബ്രോ വാട്ട് ഹാപ്പൻ. അപ്പൊ ഉണ്ണിയട്ടനെ പറത്ത അറിയത്തുള്ളൂ. എനിക്ക് തണുക്കുന്നേ. അയ്യോ നന്നായി. അയ്യോ എന്ത് തേങ്ങ. ഓടാ നീ. താഴെ മഞ്ഞ് വരുമ്പോ എനിക്ക് ഇനി പറക്കാൻ അറിയാത്തോളൂ ചേച്ചി. അയ്യോ ഞാനിവിടെ കുനിഞ്ഞിരിക്കുവായിരുന്ന. അയ്യോ സൂര്യപ്രകാശം പച്ചച്ചിങ്ങോല എന്തോ പറയുന്നേ. ഇന്ന് ക്രൗച്ച് ചാടി പറക്കും ഞങ്ങൾ. എന്ത് പരിപാടി. ഞാനിവിടെ പെട്ടെന്ന് തോന്നുന്നില്ല. അവിടെ പഠിക്കും പ്ലീസ്. എന്തോ ലേഖാണ് മൈൻക്രാഫ്റ്റ്. ഇങ്ങോട്ട് പഠിക്കടാ എന്നല്ലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ പിന്നെയും കുടുങ്ങിയത്. നല്ല ആവശ്യം ഉണ്ടായിരുന്നു ജീവന്. നടക്കുന്നേ. അയ്യോ ഞാൻ ഇവിടെ മരിക്കുന്നേ. അയ്യോ വൃത്തിയുടെ ഇഷ്ടപ്പെടുന്നില്ല. താഴെ ഐസ് മാമി മഴ ഡോങ്കി പിടിക്കണി പോടാ ഡോങ്കി. എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ കേസ് എങ്ങനെ പറക്കണേ ഇത്ര. അപ്പൊ ഇത്ര നേരം എനിക്ക് ഇവൻ കളിച്ചത് കേസിന് ഞാൻ കളിക്കുന്നു. 2 പ്രാവശ്യം ട്രൈ ചെയ്ത്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുന്നു. നമ്മുടെ ബ്ലോസം അതിനോട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഓടിപ്പോന്നു. നീ റോക്കറ്റ് തീരെ അറിയണ്ടോ. റോക്കറ്റേ വേണ്ട. നമ്മൾ ക്രിയേറ്റീവ് പോയി വേറെ ഞാൻ എടുക്കും. ഇനി പറക്കാൻ നല്ലൊരു സമയമാണ്. അയ്യോ കണ്ടോ പൊട്ടി.
എടാ നമുക്ക് ഈ പൊട്ടി വഴി കിട്ടി. എടാ നമ്മൾ ഈ റോക്കറ്റ് എടാ ഈ റോക്കറ്റ് കൊള്ളത്തില്ലടാ. ഗൈസ് വെറുതെ അല്ല ഇത്ര ഞാൻ പറഞ്ഞ ഒന്നുമല്ല, ഈ റോക്കറ്റ് ഇതല്ല വെറുതെ പറക്കുമ്പോൾ ഡാമേജ്. ഞാൻ ഡ്രൈ ആയി. അത് ക്രിയേറ്റിവിറ്റി കൂടി നമുക്ക് പറഞ്ഞാലോ. ഇത് കൊള്ളത്തില്ല കേസ് പറഞ്ഞ കണക്ക്. ഒരുമാതിരിപ്പെട്ട പരിപാടിയായി പോയി കാട്ടിയത്. ഇനി പറയാം. ഇതാ അത് കൊള്ളാം. ഒരു ട്രെയിൻ കൂടെ നീ പോടാണിച്ച് വൃത്തിയുടെ റോക്കറ്റ് വെച്ചാൽ ഒരു ട്രൈ കൂടെ ഉള്ളത് എന്നോട് പറയാം. ടെലസ്കോപ്പ് എടുത്ത് നോക്കിയേ നീ. പോടാണിച്ചിന് ടെലസ്കോപ്പിനോട് കുറവേ ഉള്ളു. ഫയർ വർക്ക് ഞാൻ അവിടെ അടിച്ചു വെച്ചേക്കുന്ന പച്ചമാല ഇംഗ്ലീഷില്. ഞാൻ പറഞ്ഞ സാധാ വയറൊക്കെ എടുക്കാൻ വരാൻ കൂടെ ഇട്. എന്തോ വയറുവർക്കൊക്കെ 2 ചാക്ക് വയറ് 3 ചാക്ക് വയറുവർക്ക് ഞാനിങ്ങനെ എടുക്കണേ. എന്നാൽ 4 സ്റ്റാക്കും കൂടെ. വേണ്ട ഇത് ഏതുവാ പൊട്ടുന്നില്ല, ഫയർവർക്ക് പൊട്ടുന്നില്ല. അയ്യോ ലാഗ് ലാഗാണ് ലാഗ് ലാഗാണ് ലാഗ്. വന്നു പറഞ്ഞത് എന്ത്? ഇനി സർവൈവലിൽ പോ. പൊട്ടുന്നുണ്ടോ? സർവൈവലിൽ പോ. നിനക്ക് ക്രിയേറ്റിവിറ്റി കൂടി പറക്കാൻ പറ്റുന്നു അവിടെ. ഇല്ല എന്താ എന്തായി വീഡിയോ എടുക്കുക ഗൈസ്. പറ്റുന്നില്ല ഗൈസ്, എന്തോ ഒരു അറിയത്തില്ല, കാരണം പറക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഡ്രൈ ആണ്. പറഞ്ഞു ഓ ഒരിക്കലും ക്രിയേറ്റിവിറ്റി കൂടി പോയി പറക്കരുത്. സർവൈവൽ ജിത്ത് പറഞ്ഞ് കാണിച്ചു തരും. എൻ്റെ കിടിയിൽ അനിയൻ ഇന്ന് പറത്തുന്ന കണ്ടോ ഗൈസ്. ഇന്ന് പറന്നവൻ അയ്യോ റോക്കറ്റ് മാറിപ്പോയാലും പ്രശ്നമാണ്. ബ്ലോക്ക് വെച്ച് മണ്ടക്കോട് വയ്ക്കേ. നമ്മുടെ ഇരിക്കാൻ 2 മണ്ട ബ്ലോക്ക്. ആദ്യം ഇത്, പിന്നെ അടുത്ത് ഇത്. ഓളാ ബെഡ് അങ്ങനെ വെക്കാൻ പറ്റത്തില്ല. എന്നെ മണ്ടക്കോടൊന്നും വെക്കാൻ പറ്റത്തില്ല. അയ്യോ ഗൈസ് എങ്ങനെ അവൾ പില്ലർ ചെയ്യും? ക്രൗച്ച് എന്തിനാ ഗൈസ് ആക്കിയവൻ? നീ ക്രൗച്ചില്ല അല്ല ആവശ്യം. ഇതെന്തോ ചെയ്യാനാണ് ഗൈസ്, പറക്കാനും വരുന്നില്ല. ഇവിടുന്ന് ഒറ്റൊരു ചാട്ടം. പോണ ഈ റോക്കറ്റ് പിടിക്കണ്ടായിരുന്നു. അപ്പൊ പില്ലർ വെച്ച് മണക്കടി വർക്കാവുന്നാണോ? അപ്പം നമുക്ക് ക്രൗച്ച് അടിച്ച് നോക്കാം. കുറേ ഇത് വേണം. ബ്ലോക്ക് ശരി പോലെ കണ്ടു വേണ്ട. അപ്പൊ അങ്ങനെ പില്ലർ ചെയ്ത് മണ്ടക്കോട്ട് കയറി ജിത്തു. ഓ ബുദ്ധിമാൻ. എന്തോട് 100 സൗണ്ട്. എന്തേലൊക്കെ ആവട്ടെ, നീ പില്ലർ ചെയ്ത് മണ്ടക്കോട്ട് പോ. ദേ ബണ്ണി. അയ്യോ റീസ്പോൺ പോയിന്റ് പറ്റി. എത്ര മിനിറ്റ് ആയിരുന്നു നമുക്ക്? അയ്യോ 32 മിനിറ്റാ. അപ്പം നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. നിന്റെ ഇഷ്ടത്തിന് ഒരു ഫ്ലവർ, ഇവളൊരു ഫ്ലവർ. പോടാ ഫ്ലവർ കഴിയാതെ ഇത് ഫ്ലവർ ആണോ വെച്ച് പറക്കുന്നത് നീ? അപ്പോൾ പറക്കുക
ഞാൻ പറഞ്ഞേ ഞാൻ പറക്കാന്ന്. നല്ലൊരു ബ്ലോക്കിന്റെ മണ്ടയ്ക്ക് കയറി തന്നെ പറക്കണം. വേണ്ട ഗൈസ്, ഞാൻ പറത്തി കാണിച്ചു തരാം ഗൈസ്. ഇപ്പൊ തന്നെ 34 മിനിറ്റ് ആയി. ഇപ്പൊ തന്നെ 34 മിനിറ്റ് ആയി ഗൈസ്. എന്റെ അളിയൻ എവിടെ? എനിക്ക് എന്തോ ചെയ്യാന്ന് പറ ഗൈസ്. ഇന്നത്തെ വീഡിയോ പോയി. ഇന്ന് എന്തോത്തിനാണ് വീഡിയോ എടുക്കാൻ പോയ? 1 മണിക്കൂറാണ് വീഡിയോ കാണാൻ പോകും നമ്മള്. കണ്ടോ ഡോക്ടർ നമ്മൾ പറഞ്ഞിരിക്കും. റൈറ്റ് ഹാൻഡ് പിടിച്ചടാ. റൈറ്റ് ഹാൻഡിൽ പിടിക്കാൻ പറ്റുമല്ലോ. എന്താ അടി ഇത് മാറ്റിയെന്ന്. ഇനി പുറത്തേക്ക് ലെഫ്റ്റ് ഹാൻഡിൽ പിടിച്ചേ. ലെഫ്റ്റ് ഹാൻഡിലും പിടിച്ചേ. ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ കാണിച്ചു തരാം എൻ്റെ ട്രിക്ക്. അടങ്ങിരി. പറക്കൊന്നും അല്ല. ഓ എന്തോ ചെയ്യാനാണെങ്കിൽ 1/2 മണിക്കൂറായി വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചോ അതിൻ്റെ ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചോ അതിൻ്റെ ചെയ്യുന്നു ഗൈസ്. ടാറ്റ ബൈ ബൈ. സീ യു.